എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കൂൺ കറിയാണ്. ഈ കൂൺ കറി ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് അമ്മച്ചിയാണ്. സോ ഈ കറിയുടെ കംപ്ലീറ്റ് ക്രെഡിറ്റ് അമ്മച്ചിക്ക് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം മുട്ടക്കൂണാണ്. ഇത് മുട്ട പോലെ ഇരിക്കും, പിന്നെ ഒരു ചെറിയ തണ്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ കൂണിനെ തണ്ട് വേർതിരിച്ചെടുക്കുക. അതിനുശേഷം സൈഡൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ തണ്ടിൻ്റെ തൊലിയും ഇതുപോലെ നന്നായിട്ട് ഒരു കത്തി വെച്ച് ഉരച്ച് അതും വേർപെടുത്തുക. നമ്മൾ വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകുന്നുണ്ട്. കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഇഷ്ടമുള്ള ആകൃതിയിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് അതിനെ കുറച്ച് നേരം, ഏകദേശം ഒരു 15-20 മിനിറ്റ് നേരമെങ്കിലും ഈ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ മുക്കി വെക്കണം. ഇത് നന്നായിട്ട് മുങ്ങിയില്ല എങ്കിൽ ഇതുപോലൊരു അരിപ്പപാത്രം വെച്ച് പ്രസ് ചെയ്യുവാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ മഞ്ഞൾപ്പൊടി എത്തും. ഇവിടെ ഒരു 3 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അത് അരയ്ക്കാനാണ്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 തണ്ട് അരയ്ക്കാനും 2 തണ്ട് കടുക് താളിക്കാനും. പിന്നെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. 1/4 ടീസ്പൂണിൽ കൂടുതൽ വേണ്ട. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ കൂടെ എല്ലാ ഐറ്റംസും ഞാൻ വെച്ചു. ഇനി ഞാനിതൊന്ന് അരച്ചെടുക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ നേരത്ത് നമുക്ക് ആ 10-20 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ആ കൂണ് അതെടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു അരിപ്പ പാത്രത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ആ മഞ്ഞളൊക്കെ അങ്ങ് പൊക്കോളും. എന്നിട്ട് ടാപ്പിൻ്റെ അടിയിൽ പിടിച്ച് നന്നായിട്ട് ഒലച്ച് കഴുകിയെടുക്കുക. ഞാനിവിടെ ഒരു ചട്ടിക്കകത്തോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് തോർത്തി വാരിയെടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം കൂണാണ് എനിക്കിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പം കിട്ടിയത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കൂണിനെ ഒരു ചട്ടിയിലിട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുക. ഇനി ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് മുങ്ങത്തക്ക രീതിയിൽ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ആ വെള്ളം വറ്റിച്ചെടുക്കണം. ഞാൻ നമ്മുടെ വിറകടുപ്പിലാണ് ഇത് പാചകം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിറകടുപ്പിൽ ഓൾറെഡി കനലുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഊതിയപ്പോൾ തന്നെ അത് കത്തി. അടുപ്പത്ത് വെച്ചു. 2 കറിവേപ്പില കൂടി തണ്ട് കൂടി ഇട്ടിട്ടുണ്ട്. മൂടി വെച്ച് നന്നായിട്ടൊന്ന് വെള്ളം വറ്റട്ടെ. ഇത് കണ്ടില്ലേ, ഞാൻ അരി അരയ്ക്കുന്ന ഗ്രൈൻഡറിനകത്താണ് ഇതിൻ്റെ കറിക്കുള്ളത് അരച്ചത്. കാരണം ഉണ്ടല്ലോ, സമയമായപ്പോൾ എൻ്റെ മിക്സി എന്നെ ചതിച്ചു. ഒരു രക്ഷയില്ല, അനങ്ങുന്നില്ല. പിന്നെ ഗ്രൈൻഡറിലിട്ട് അരച്ചു. എന്തായാലും നല്ല സൂപ്പറായിട്ട് അതിൻ്റെ അരപ്പ് എനിക്ക് കിട്ടി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചട്ടി തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു വെള്ളം പറ്റി പോയോ എന്ന്. എന്തായാലും നല്ല പാകത്തിന് തന്നെ വെള്ളം പറ്റി കിട്ടി. ഒരുപാടങ്ങ് പറ്റി അത് അടുക്കി പിടിക്കാനൊന്നും ഇടവരരുത് കേട്ടോ. പിന്നെ ഞാൻ ആ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരപ്പും പിന്നെ നമ്മൾ അരച്ച് ഗ്രൈൻഡറിൻ്റെ കഴുകിയെടുത്തതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത്. ഒത്തിരി വെള്ളമൊന്നും ചേർക്കരുത്, ഇത് കുറുകിയിരിക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അരപ്പ് ചേർത്ത് കഴിഞ്ഞുണ്ടല്ലോ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തിളച്ച് മറിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആ കറി പിരിഞ്ഞു പോകും. പാലൊക്കെ എങ്ങനെയാണ് പിരിഞ്ഞിരിക്കത്തില്ലേ, അതുപോലെ ഇരിക്കും ഈ കറി. അതുകൊണ്ട് അത് പിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ ചെറിയ ബബിൾസ് വരുമ്പം തന്നെ ഒരു തവി ഇട്ടിട്ട് അങ്ങ് ഇളക്കുക. ഇളക്കിയിട്ട് പെട്ടെന്ന് ഇവനെ അങ്ങ് വാർത്ത് മാറ്റി വെച്ചേക്കണം. അടുപ്പേ നിന്ന് അങ്ങ് വാങ്ങി മാറ്റി വെക്കത്തില്ലേ, അങ്ങനെ അങ്ങ് മാറ്റി വെക്കണം. അപ്പം ഏകദേശം ബബിളൊക്കെ വന്നപ്പോൾ ഞാനതിനെ മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു 2-3 ഉള്ളി എടുത്ത് കുനുകുനേന്നങ്ങ് അരിയുക. ഒരു 2 തണ്ട് കരിയാപ്പല കൂടി എടുത്തോ, നല്ലതാ. എന്നിട്ട് നമുക്കിനി ബാക്കി പരിപാടി നമ്മുടെ ഗ്യാസില കേട്ടോ. ഗ്യാസിൽ വെച്ച് ഞാനൊരു ചെറിയ തവയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. 2 തണ്ട് കരിവേപ്പില ഇട്ടു, ഉള്ളി അരിഞ്ഞ് വെച്ചതിട്ടു. പിന്നെ നിങ്ങളോട് പറയാത്തൊരു കാര്യം കൂടി, വറ്റൽമുളക് 2 എണ്ണം അതും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എൻ്റെ ഒരു വീക്ക്നെസ് ആയി സംഭവം കേട്ടോ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ റെസിപ്പി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.